മരിച്ചു പോയ ഒരാളെ ഇനി നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ അയാൾ കാണുന്നത് അയാളെ ആയിരിക്കും. അയാളുടെ മുമ്പിൽ അവർ നിൽക്കുന്ന പോലെ അവർക്ക് തോന്നും. ഒരു പിറ്റ് പോക്കറ്റുകാരൻ എങ്ങനെയാണ് നമ്മൾ അറിയാതെ നമ്മുടെ പോക്കറ്റിൽ നിന്നും പേഴ്സ് അടിച്ചുകൊണ്ട് പോകുന്നത്? അവൻ കലാകാരനാണ്. ഇതിനകത്ത് ഇപ്പൊ കാണേണ്ട ക്യാപ്ഷൻ എന്താണ്? അതായത് പിണങ്ങിപ്പോയ ഭാര്യ അല്ല കാമുകിയെ തിരിച്ചു കൊണ്ടുവരാം. ഇത് മെന്റലിസോ? ഇത് വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് ചെലവാക്കിയ ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഡെലൂഷൻ. എത്തിക്കലായ ഹിപ്നോസിസുകൾ നമ്മൾ കാണിക്കുമ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പൂവാണ് അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റയാണ് എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ചുള്ളത് ഭയങ്കര ഹാപ്പിയുള്ള മൊമെൻ്റാണ്. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ്, ഇപ്പം മുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ബ്ലഡും ഇങ്ങനെ ഒലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഈ പാരനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എക്സ്ട്രീം നോർത്തും സൗത്തുമാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ഒരു സുപ്പീരിയർ ഓഫീസറാണ് ഇങ്ങനെ ഒരു റിവീലിങ് കൊണ്ടുവരുന്നത്. അതാകെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ കേസ് ഹിസ്റ്ററിയിൽ പുറകിലേക്ക് നോക്കി അദ്ദേഹം ചെയ്തിരിക്കുന്ന ജോബിൽ ഒട്ടും സ്മാർട്ട് അല്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ അവരിത് കാണുകയും അവരിങ്ങനെ വിശ്വസിക്കുകയും സാറിനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റും. അവർ അവസാനം മന്ത്രം കൂടോത്രം ഇല്ല. അവിടെയാണ് എന്റെ ഷോയ്ക്ക് ഞാൻ സുകുമാർ എന്ന് വിളിക്കുന്നു പറയുന്നത്. ഷോയുടെ എൻഡിൽ ഇത് കംപ്ലീറ്റ് ഞാൻ പൊളിക്കും. വീഡിയോ അത് കംപ്ലീറ്റ് ഈ ഷോയുടെ എൻഡിൽ ഇത് ഫുള്ള് പൊളിക്കും ഞാൻ. എത്ര മൊബൈൽ നമ്പർ കാണാൻ അറിയാം? എനിക്ക് 323 മൊബൈൽ നമ്പേഴ്സ് കാണാൻ അറിയാം. തള്ളി മറിച്ചതായിട്ട് തോന്നിയില്ലേ? ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു ബുക്കുണ്ട്. ബുക്കിൻ്റെ പേജുകൾ ഇങ്ങനെ മറിച്ച് നോക്കും. വളരെ ചെറിയ ക്യൂട്ടായ വളരെ സിമ്പിളായിട്ടുള്ളൊരു വേർഡ് ഇൻ യുവർ മൈൻഡ്. എന്താ വേർഡ്? എന്താണ് എടുത്തത്? പറയണം. സ്മൈൽ. അത് പ്രേക്ഷകൻ അറിയാതെ ഇത് കൃത്യമായി ഹാൻഡിൽ ചെയ്ത് അവിടെ അത്ഭുതങ്ങളിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. ഫെയിലാകുന്നത് പോലും അവരറിയില്ല. ഇപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയല്ലേ? അതെ, കുറച്ച്. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് തന്നെയാണ് മെയിനായിട്ട്. പക്ഷെ ഞാനൊരു കാര്യം കള്ളം പറഞ്ഞിട്ടില്ല. പ്യുവർലി ആർട്ടാണ്. ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. ആ ഗെയിമിലേക്ക് നിങ്ങളെ ആ ഒരു ചുഴിയിലേക്ക് കൊണ്ടുവന്നിടുക. ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ചില മാജിക്കൽ ടെക്നിക്കുകളാണ്. സിനിമാ ടെക്കിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിലെ പല യാഥാർത്ഥ്യങ്ങളെയും സംശയത്തോടുകൂടി നമ്മളെ നോക്കിക്കാണാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. മനുഷ്യ മനസ്സുകളെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നൊക്കെ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നിപിൻ നിരാവ്. താങ്ക് യു. വെൽക്കം. ഒരു മെൻ്റലിസ്റ്റിന് ആദ്യമായിട്ട് ഇൻ്റർവ്യൂ എടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഉള്ളിൽ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഞാൻ മുൻപോട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ നേരത്തെ പ്രഡിക്റ്റ് ചെയ്ത് അറിയാവുന്നല്ലേ? അങ്ങനത്തെ വല്ല സംഭവം അല്ല, ഒരു നോർമലി ഒബ്സർവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അദ്ദേഹം ചോദിക്കാൻ പോകുന്ന ഒരു 5-6 ചോദ്യങ്ങൾ ഉറപ്പായിട്ട് എനിക്കറിയാം ഇതൊക്കെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ അപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ വന്നാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. നമുക്കിതൊരു ഒരു ഇന്റർവ്യൂ സെഷൻ അല്ലെങ്കിൽ ഭയങ്കര ഫോർമൽ സെഷൻ എന്നതിനേക്കാൾ ഉപരി നമുക്കൊരു ഭയങ്കര ഒരു ചാറ്റ് സെഷൻ പോലെ പോവാം. ഞാൻ ഇതിനെപ്പറ്റി ഒട്ടും ധാരണയില്ലാത്ത ഒരു ചെറിയ കുട്ടിയാണെന്ന് കരുതുക. ആണ് എൻ്റെ കുറേ ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്ന രീതിയിൽ സാറിന് അറിയാവുന്ന രീതിയിൽ സാറ്. ഞാൻ മെൻ്റലിസത്തെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ, മെൻ്റലിസത്തെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നൃത്തവും സംഗീതവും നാടകവും മിമിക്രിയും അങ്ങനെ സിനിമയും ഒക്കെ നമ്മൾ കാണുന്നത് പോലെ ആസ്വദിക്കേണ്ട ഒരു കലാരൂപമാണ് മെൻ്റലിസം. പക്ഷേ മെൻ്റലിസത്തിനകത്തുള്ളൊരു കുഴപ്പം, അല്ലെങ്കിൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന ആളുകളെ ദിവ്യത്വമുള്ളതുപോലെ കാണുന്ന അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ഉള്ള ആളുകളെ പോലെ കാണുന്നതിൻ്റെ കാരണം ഇതിന് മുഴുവൻ മിസ്റ്ററീസാണ്, അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിന് കൃത്യമായൊരു പ്ലാനും എക്സിക്യൂഷൻസും ഉണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തികൾ ഇതൊന്നും അറിയാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയിപ്പിക്കാൻ പാകമാകുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടീസ്, സ്ക്രിപ്റ്റ്, അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ അത്ഭുതം. ക്ലീൻലി ഞാൻ എപ്പോഴും പറയുന്നത്, ഹൗ ടു ഫൂൾ യുവർ ബ്രെയിൻ. നമ്മുടെ ചിന്തകളെ, നമ്മുടെ തോട്ട്സിനെ ഫൂൾ ചെയ്യുകയാണ്. ഒരു പിറ്റ് പോക്കറ്റുകാരൻ എങ്ങനെയാണ് നമ്മൾ അറിയാതെ നമ്മുടെ പോക്കറ്റിൽ നിന്നും പേഴ്സ് അടിച്ചുകൊണ്ട് പോകുന്നത്? അവൻ കലാകാരനാണ്. എന്ന് വെച്ചാൽ പിറ്റ് പോക്കറ്റുകാരനെ കലാകാരനാക്കി വെച്ച് നാളെ ഇവിടെ അവാർഡ് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവൻ എത്ര തന്ത്രപരമായിട്ടാണ് നമ്മളറിയാതെ. അതേപോലെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം തന്ത്രപരമായി ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു? നിങ്ങൾ പോയി സ്റ്റീൽ ചെയ്യുന്നു.
നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സ്പെക്ടേറ്റർ അത് കാണുമ്പോൾ അത്ഭുതപ്പെടുന്നു. ഇത് ആൾക്കാരെ ഒരുപാട് ജിജ്ഞാസയുണ്ടാക്കുന്നു. അത്ഭുതങ്ങൾ കാണുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെ ആയി മാറുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് മാറുന്നു. പിന്നെ അവർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതിനെല്ലാം ഒരു കൃത്യമായ രഹസ്യങ്ങളുണ്ട്, ട്രിക്കുകളുണ്ട്, പ്രാക്ടീസുകളുണ്ട്, ഒരു ഡെഡിക്കേഷനുണ്ട്, ഒരു സാധനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കും. ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആർട്ട് ഫോമുകൾ ഉണ്ടെങ്കിൽ കൂടിയും സാർ എങ്ങനെയാണ് ഇപ്പം എനിക്കൊരു മെന്റലിസ്റ്റ് ആവണം അല്ലെങ്കിൽ മെന്റലിസത്തോട് ഒരു താല്പര്യം തോന്നുന്നതിൻ്റെ? ചെറുപ്പത്തിൽ പപ്പ ഒരു മാജിക് ഷോ കാണിക്കാനായിട്ട് തന്നെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രൊഫസർ PM മിത്ര എന്ന് പറയുന്ന ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു മ്യൂജീഷ്യനാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒരു വലിയ മാജിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മാജിക്ക് കാണുന്ന സമയത്ത് തൊപ്പിയിൽ നിന്ന് മുയൽ വരുന്നു, അന്തരീക്ഷത്തിൽ പെൺകുട്ടി ഫ്ലൈ ചെയ്ത് ഇങ്ങനെ പറന്നു പോകുന്നു, ചങ്ങലയും താഴ്വിട്ട് പൂട്ടിയ മജീഷ്യൻ ദ ഓഡിയൻസിൽ പ്രത്യക്ഷപ്പെടുന്നു, രണ്ടായി മുറിച്ച ശരീരം ഒന്നാവുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങൾ യാതൊരുവിധ ടെക്നോളജികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത 1987 ഞാൻ മുണ്ടക്കയം YMCA ഹാളിനകത്തിരുന്ന് കാണുകയാണ്. അന്നേരം എനിക്ക് ഇതേപോലെ അത്ഭുതം ഉള്ള സാധനം എനിക്കിതുപോലെ ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞ് ഞാൻ ഒരാഗ്രഹത്തിൻ്റെ തിരയിലിരിക്കുകയാണ്. ഈ ബാലരമയിലും പൂമ്പാറ്റയിലൊക്കെ വന്ന കുഞ്ഞു കുഞ്ഞ് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് കൂട്ടുകാരടുത്തൊക്കെ അവതരിപ്പിച്ചപ്പോൾ അതിനൊക്കെ അപ്രീസിയേഷൻസ് കിട്ടി. പിന്നെ അതിനകത്ത് തന്നെ എനിക്ക് ഫോക്കസായി. അപ്പോൾ ഈ പഠനത്തെക്കാൾ കൂടുതൽ ഫോക്കസ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനോടായിപ്പോയി. അങ്ങനെ മാജിക്ക് ചെയ്ത് പോകുന്നതിനിടയിലാണ് ഈ നോർമൽ ഈസ് ബോറിങ്, അതായത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു തോട്ട് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ മെൻ്റലിസം എന്ന് പറയുന്ന സാധനത്തെ കുറിച്ചിട്ടും ഹിപ്നോസിസിനെ കുറിച്ചിട്ടും ഈ മനസ്സ് വെച്ചിട്ട് ഒരുപാട് ബ്രെയിൻ ഗെയിമുകളൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നത്. അങ്ങനെ ഏത് പ്രായത്തിലായിരുന്നു? ഞാനൊരു ശരിക്കും ഇപ്പം മെൻ്റലിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 24 വർഷം കഴിഞ്ഞു ഞാൻ ആ സാധനം അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം പ്രായം വെച്ചാൽ ഒരു പ്രീ-ഡിഗ്രി ടൈം, എൻ്റെ പ്രീ-ഡിഗ്രി കാലഘട്ടത്തിൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പണികൾ തുടങ്ങി. അത് ഇന്നത്തെ +2 ആ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ മാജിക് ചെയ്യുന്നുണ്ട്. ഈ ഇങ്ങനെ യാത്രക്കിടയിലും പ്യൂർലി മെൻ്റലിസം ഒന്നും കൊണ്ടൊന്നും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. കാര്യം ഞാൻ ഒരാളുടെ മനസ്സിലിരിക്കുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കാണുന്ന മറ്റൊരു തരത്തിലായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് സൂപ്പർസ്റ്റിഷൻസ് ഉള്ളൊരു രാജ്യമാണ്. അപ്പോൾ അവർ ആ ആവരണം വിട്ടാണ് നമ്മളെ പലപ്പോഴും കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇത് കലയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ എത്ര കലയാണെന്ന് പറഞ്ഞാലും അതൊന്നും അല്ല എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിനിടയിൽ ഞാൻ മെല്ലെ കയറി ഞാൻ US പോയിരുന്നു. US പോയിട്ട് ഞാൻ ഇതിൻ്റെ മാസ്റ്റേഴ്സിൻ്റെ അടുക്കൽ നിന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് കൊണ്ടുവന്ന് ഷോസ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ വലിയ കഥയായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുത്ത് പറയണം ഞാൻ. ഇപ്പം ഇതിപ്പോൾ ഒരു സ്റ്റേജ്ഡ് പെർഫോമൻസ് ആണെന്നാണല്ലോ, ഈ ഒരു കലാരൂപം പക്ക സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണല്ലോ പറയുന്നത്. പക്ഷേ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഉള്ളിലുള്ള ഒരു ആൻസർ അത് സാർ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത് ചിലപ്പം ബോർഡിലോ മറ്റോ ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. അത് ആളുകളായിട്ട് കണക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ക്രെപ്റ്റിക് 2.0 എന്ന് പറഞ്ഞൊരു ഷോയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ഷോ ഇപ്പോൾ ഇവിടെ ലൈവ് മെറിഡിയനിൽ വരുന്നുണ്ട് 6-ാം തീയതി. അപ്പം ഈ ഷോ ഡിസൈൻ ചെയ്തേക്കുന്നത് വെച്ചാൽ ഇതൊരു മേർഡർ മിസ്റ്ററിയാണ്. ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നത് എങ്ങനെയാണോ അതേ ഇമ്പാക്റ്റിൽ 2-2.25 മണിക്കൂർ സമയമുള്ള വിഷ്വലിയും ഒരുപാട് അങ്ങനത്തെ ട്രീറ്റ് എല്ലാം ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ പോകുന്ന ഒരു സാധനമാണ്. ഇതിൽ ഫൈനൽ ഒരു ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവരെ അതിനകത്തേക്ക് ഡ്രൈവ് ചെയ്ത് നമ്മൾ കൊണ്ടുപോവുകയാണ്. അതൊരു ജേണി പോലെയാണ്. അവരതിൻ്റെ പാർട്ടായി മാറും. അപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം അവർ പറയുന്നതിന് മുമ്പ് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി വെച്ചു എന്നുള്ളതാണ്. ഒന്നും മനസ്സിലാക്കി വെക്കുന്നില്ല. കാരണം ഇത് എങ്ങനെ മനസ്സിലാക്കി എന്നതാണല്ലോ നമ്മുടെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത്. ഇപ്പം ആ ചോദ്യം പോലും വന്നത് ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നു എന്നുള്ളത്. ഒന്ന് ഇന്റർഫിയർ ചെയ്തിട്ട് ഈ സെയിം സംഭവം എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം സാറിന് അല്ലെങ്കിൽ ഒരു മെന്റലിസ്റ്റ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസറിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെയല്ല. ഇല്ല, 2 രീതിയുണ്ട്. ഒന്ന് ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഒരു സാധനം ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. അപ്പം ഈ ഇരിക്കുന്ന സാധനം നിങ്ങൾ ചിന്തിക്കണം. സോ ഹൗ ടു ഇൻഫ്ലുവൻസ്. ഇതിൻ്റെ മലയാള വേർഷൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുത്തെ ലുലു അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് 50% ഓഫ് എന്ന് പറഞ്ഞ് അവരത് ഇടുന്നതിൻ്റെ ഉദ്ദേശം ആ കടയിലിരിക്കുന്ന സാധനങ്ങളെല്ലാം പകുതി വിലയ്ക്ക് തരാൻ പോകുന്നു എന്നുള്ളതല്ല. എന്നിലും അവിടെ എന്തോ 50% ഓഫിന് കുറേ സാധനങ്ങളുടെ പേരുകൊണ്ട് ആൾക്കാർ ഇടിച്ചു കയറും. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ബിസിനസ് അവിടെ നടക്കുമെന്ന ഒരു ബ്രില്യൻസ് ആണ് അവരവിടെ ഉപയോഗിക്കുന്നത്. സോ
അതാണ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റുകളുടെയൊക്കെ അവിടെ വിൻഡോ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ കൊടുത്ത് വെച്ചിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കാണുന്നു, ഇതിൻ്റെ അകത്ത് പോകുന്നു, നമ്മളിത് എടുത്തുകൊണ്ട് വരുന്നു. സോ നമ്മൾ അതിനെ അട്രാക്ട് ചെയ്യിക്കാനായിട്ടുള്ള, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കളർ പാറ്റേൺ കാര്യങ്ങളെല്ലാം ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇതിനെ കലാകാരൻ അവൻ്റെ സ്ക്രിപ്റ്റും അനുസരിച്ചിട്ട് അവതരിപ്പിക്കുന്നു. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു പുതിയ ചെന്നപ്പോൾ അടിപൊളി ഒരു ഐസ്ക്രീം കണ്ടപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു, ഒരു പേരും കേട്ടിട്ടില്ലാത്ത പക്ഷെ ഭയങ്കര ഒരു ആക്ടറിനെ കൊണ്ട്, അല്ല വളരെ റീച്ചുള്ള ഒരു ആക്ടറിനെ കൊണ്ട് ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ മാത്രം നിങ്ങളത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയുടെ ആളുടെ ബുദ്ധി ഇത് സെല്ലാകണമെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന ഒരു ക്യാപ്ഷൻ കൊടുക്കണം എന്നത് അവർ പ്ലാൻ ചെയ്യും. ആളുകൾ അറിയാതെ ഒരു പിയർ പ്രഷറിനിടയിൽ അവർ ഇവരുമൊക്കെ വാങ്ങുന്നതിൻ്റെ കൂടി ഇത് വാങ്ങുന്നു. സോ ഇൻഫ്ലുവൻസിങ് ഇതിനെ ട്രിക്കുകളായി ഞങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുന്നു. അതൊന്ന്. രണ്ടാമത്തേത് സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റുകളാണ്. എല്ലാത്തിനും ഒരേ ഉത്തരം തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് പ്രേക്ഷകൻ അറിയാതെ അത് കൃത്യമായി ഹാൻഡിൽ ചെയ്ത് അവിടെ അത്ഭുതങ്ങളിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. ഫെയിലാകുന്നത് പോലും അവരറിയില്ല. ഇപ്പോഴത്തെ കൺഫ്യൂഷൻ ആയല്ലേ? അതെ, കുറച്ച്. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് തന്നെയാണ് മെയിനായിട്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം കള്ളം പറഞ്ഞിട്ടില്ല. പ്യുവർലി ആർട്ടാണ്. ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. ആ ഗെയിമിലേക്ക് നിങ്ങളെ ആ ഒരു ചുഴിയിലേക്ക് കൊണ്ടുവന്നിടുക. ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ചില മാജിക്കൽ ടെക്നിക്കുകളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ ടെക്നിക്കുകളിലൂടെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. അൾട്ടിമേറ്റ്ലി എന്താണ്, ഞാൻ ഏത് ഷോ ചെയ്താലും എന്ത് അവതരിപ്പിച്ചാലും നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾക്കാർ അത്ഭുതപ്പെടണം, ഹാപ്പി ആയിട്ട് തിരികെ പോകണം. കുറച്ച് നേരം അവർ ഇമോഷൻസ് ഒക്കെ ഒന്ന് വേറൊരു തരത്തിൽ എക്സ്പ്രസ് ചെയ്ത് കയ്യടികളൊക്കെ നടത്തി കൊള്ളാം എന്ന് പറഞ്ഞ് തിരികെ പോകണം എന്നതാണ് ഞാൻ അതിൻ്റെ ഷോയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ ഷോയിൽ കിട്ടും. ഇത് നമ്മൾ ഈ പീസായിട്ട് ഓരോ സാധനങ്ങൾ കാണുമ്പോഴാണ് ഇത് ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെ അല്ല, ഇതെല്ലാം കംപ്ലീറ്റ് കണക്റ്റഡ് ആയിട്ട് ലൂപ്പ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷോയ്ക്ക് വന്നേ കാണാം. അത് തീർച്ചയായിട്ടും അതെന്തായാലും ഉറപ്പായിട്ടും നമ്മൾ വരുമല്ലോ. ഒരു പക്ഷേ ഇന്ത്യയിൽ മാത്രമാണോ ഇത്രയും സൂപ്പർസ്റ്റിഷ്യൻസ് കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണോ ഈ ആളുകൾ ഇതിനൊരു ആർട്ട് ഫോം ആയിട്ട് കാണാതെ ഒരു മാന്ത്രിക ശക്തിയുണ്ട് എന്നൊക്കെ ആളുകളിൽ ധരിച്ചു വെക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? നമ്മുടെ ദേവന്മാര് ദേവിമാരുടെ ഒക്കെ രൂപങ്ങൾ, അവർ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങൾ, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഇന്നും ഉണ്ട് അല്ലേ? അപ്പം ഞാൻ ഓരോന്നിനെ സ്പെസിഫൈ ചെയ്ത് ഓരോ മതത്തിനെ, 4300-ലധികം മതങ്ങളുണ്ട് ഈ ലോകത്ത്. നമുക്കിവിടെ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മതങ്ങൾ 4-5 എണ്ണമാണ്. അപ്പോൾ അതിനകത്തെല്ലാം അതിന് സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഉള്ളത് മിറാക്കിൾസ് ആണ് സെല്ല് ചെയ്യുന്നത് അല്ലേ? ആ മിറാക്കിൾസ് സെല്ല് ചെയ്താൽ മാത്രമാണ് നമുക്കറിയാം. ഇവിടുന്ന് ആലപ്പുഴ ഏരിയയിലേക്ക് പോകുമ്പം മിറാക്കിൾ സെല്ല് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ സ്പെസിഫൈഡ് പേരൊന്നും പറയേണ്ടത്, പെട്ടെന്ന് പറയുമ്പം അത്ഭുതങ്ങൾ സെല്ല് ചെയ്യുന്ന ഒരു ചർച്ച ഉണ്ട്. അപ്പം പത്രമൊക്കെ കൊടുക്കുന്നു. കുളവാക്കണ്ട. ഇത് സെല്ല് ചെയ്യപ്പെടുന്നത് പണ്ട് മുതലേ ഉണ്ട് പല രൂപത്തിൽ. ഇന്നിപ്പോൾ AI-യുടെ അല്ലെങ്കിൽ ChatGPT-യുടെ അല്ലെങ്കിൽ ഗ്രോക്കിൻ്റെ കാലത്തിൽ പോലും അതിനകത്ത് എങ്ങനെ അതിലേക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇതൊരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് പോവില്ല. ആ രീതിയിൽ ഇതിനെ ഇങ്ങനെ വാർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ ചെറുപ്പം മുതലേ അല്ലേ കൊടുക്കുന്നത്, ഇൻജെക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം എന്നോടൊരു മതം പഠിക്കാൻ പറയുന്നത്, എനിക്കൊരു 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം നിനക്ക് ഏത് മതം പഠിക്കണമെങ്കിൽ പഠിച്ചോളൂ എന്ന് പറയുന്നൊരു സിസ്റ്റം നമ്മുടെ രാജ്യത്തില്ലല്ലോ. ഉണ്ടോ? ജനിച്ചത് ആരോടൊപ്പമാണോ, അവരേത് ബിലീഫിലാണോ പോകുന്നത് അതനുസരിച്ചിട്ട് നമ്മളും പൊയ്ക്കോണം. അപ്പോൾ അവൻ്റെ മതം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ തൊട്ടപ്പുറത്ത് വീട്ടിലുണ്ടായ ആളുടെ മതം വേറെയാണ്. ഒരേ പ്രായത്തിലുണ്ടായതാണെങ്കിൽ പോലും അങ്ങനെയാണ്. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന കുറേ അത്ഭുതങ്ങളും മിറാക്കിൾസും അവരുടെ ആ ഫാമിലി അല്ലെങ്കിൽ അവരുടെ പേരൻസ് അനുവർത്തിച്ചു പോയിക്കൊണ്ടിരുന്ന ഓരോ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസിനിടയിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ കുഞ്ഞും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവർ ചെയ്ത പ്രവൃത്തികളാണ് കൊച്ചിൻ്റെ തലയിൽ കിടക്കുന്നത്. അപ്പോൾ അതായിരിക്കും കുട്ടി പിന്നെയും ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ എന്നെപ്പോലൊരു തിരിച്ചറിവുണ്ടായി മാറുന്ന ആൾക്കാർ സയൻസിൻ്റെ പുറകെ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ്റെ പുറകെ പോകുമ്പോൾ റിയാലിറ്റി ഇറ്റ്സ് പ്ലാസ്റ്റിക് എന്ന് മനസ്സിലാവും. ഒരു പക്ഷേ ആളുകൾ ഇത്രത്തോളം ഈ ബിലീഫ് കൊണ്ട് നടക്കുന്ന ആളുകൾ ഇപ്പം ഇങ്ങനൊരു ഷോ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു ഷോ കണ്ടതിന് ശേഷം സാറിനോട് വന്ന് പറയണ എന്നെ അല്ലാതെ ഹെൽപ്പ് ചെയ്യണം 100 കൂട്ടം വേണമെങ്കിൽ ഞാൻ ഇപ്പം കുറേ മെസ്സേജ് വേണം കാണിച്ചു തരാം. അങ്ങനത്തെ അപ്രോച്ചസ് ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവാം. ഇഷ്ടംപോലെ അപ്രോച്ചസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അത് ഉണ്ടാകാറുണ്ട്, ഷോ കഴിയുമ്പോഴും ഉണ്ടാവും. ഞാൻ അത് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അത്രയും ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത്രയും ഡെസേർട്ടഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ അവർ പെട്ടെന്ന് ഇങ്ങനൊരു സറിയൽ ആയിട്ടുള്ള ഒരു സംഭവം കാണുമ്പോഴത്തേന് അവരുടെ റൂട്ടുകളിൽ ഇതുണ്ട്. ഓക്കെ, എന്തൊക്കെയോ ചില മാജിക്കൽ പരിപാടികൾ നമുക്ക് ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളൊരു സാധനം അവരുടെ റൂട്ട്സിലുണ്ട്.
അപ്പൊ അവരിത് കാണുകയും അവരിങ്ങനെ വിശ്വസിക്കുകയും സാറിനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റും. അവർ അവസാനം മന്ത്രമെങ്കിൽ മന്ത്രം, കൂടോത്രമെങ്കിൽ കൂടെ. ഇല്ല അവിടെയാണ് എൻ്റെ ഷോയ്ക്ക് ഞാൻ എന്താണ് എന്നെ സുരേഷ് കുമാർ എന്ന് വിളിക്കുന്നു പറയുന്നത്. ഷോയുടെ എൻഡിൽ ഇത് കംപ്ലീറ്റ് ഞാൻ പൊളിക്കും. അത് കംപ്ലീറ്റ് ഈ ഷോയുടെ എൻഡിൽ ഇത് പൊളിക്കും. ഞാൻ പൊളിച്ച് കാണിച്ചിട്ടും പിന്നെയും, അതായത് ചെമ്പരത്തിപ്പൂവാണ് എന്ന് ഞാൻ എടുത്ത് കാണിച്ചിട്ടും അല്ല ശങ്കെടുത്ത് കാണിച്ചിട്ടും ചെമ്പരത്തിപ്പൂവാണ് എന്ന് പറയുന്നവരെ പിന്നെ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ട് അതിനകത്ത്. ഞാൻ ഈ സൂപ്പർസ്റ്റിഷൻസിനൊക്കെ നന്നായിട്ട് എതിരായ ഒരു വ്യക്തിയാണ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ നമ്മളെല്ലാം മനസ്സിനകത്ത് കുറേ അത്ഭുതങ്ങളുണ്ട്. നമ്മുടെ ചെറിയ പ്രായത്തിൽ എൻ്റെ കൂടെ ഒരു കുഞ്ഞി മായാവിയോ ഒരു കുട്ടിച്ചാത്തനൊക്കെ ഉണ്ട്, എനിക്ക് അവനെ പോയി ഇടിക്കണം, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പേപ്പർ തുറന്ന് നോക്കുമ്പോൾ എല്ലാം എനിക്ക് ഓർമ്മ വരുന്നു, എല്ലാം എഴുതി വെക്കണം, ഞാൻ പഠിക്കാതെ പോകുന്നത്, ഇത് തന്നെ വരണം, ചെവി വന്ന് പറഞ്ഞു തരുന്ന ഒരു കുഞ്ഞു ഭൂതം എനിക്കുണ്ട് എന്നൊക്കെ ചിന്തിച്ചിരുന്ന കുട്ടികൾ ഇന്നും എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ലേ? അതുകൊണ്ടാണല്ലോ സൂപ്പർ ഹീറോസ് ഉണ്ടാവുന്നത് ഇല്ലേ? അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണിക്കുകയും അതിൻ്റെ റിയാലിറ്റി ഇതാണെന്ന് നമ്മൾ കാണിച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആ ഷോ തീരുക. ആ ക്രിപ്റ്റിക് എന്ന് പറഞ്ഞ പേരിന് തന്നെ ഒരു നിഗൂഢതയുണ്ട്. ആ നിഗൂഢതയുടെ റീസൺ എന്താണെന്നുള്ളത് ഷോ തീരുമ്പോൾ അവർക്ക് മനസ്സിലാവും. പിന്നെയും ആ അത്ഭുതങ്ങൾ അവരുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് പിന്നെയും കൺഫ്യൂഷൻസോടുകൂടി അവർ ചിലപ്പോൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഈ മിറാക്കിൾസ് എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരുടെയും കൂടെയുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു ധനവാനാകാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ അവൻ്റെ സമ്പാദ്യം മുഴുവൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവൻ പറ്റിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും ഒന്നും പറയാത്തതിൻ്റെ കാര്യം അത് ഏറ്റവും കൂടുതൽ നടക്കും നമ്മുടെ കേരളത്തിലൊക്കെ തന്നെയാണ്. കാരണം ഈ അടുത്ത് തന്നെ അല്ലായിരുന്നു മോശയുടെ വടി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ. അപ്പോൾ അത് പല വേർഷനിലുണ്ടെന്നേ. ഈ ആളുകളെ ഇത്രത്തോളം എളുപ്പത്തിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബിലീവ് ചെയ്യിക്കാൻ പറ്റുന്ന, അപ്പം സാറിന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടായാലല്ലേ ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പോലെ എന്തെങ്കിലും ബിലീഫ് സിസ്റ്റം എനിക്ക് ക്ലിയർ ആയില്ല. അതായത് ഇപ്പം ആളുകളെ ഇത്രയും ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമ്മളെ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണല്ലോ ഒരു പർട്ടിക്കുലർ സംഭവത്തിലേക്ക് വിശ്വസിപ്പിക്കുന്നത്, കൺവിൻസ് ചെയ്യുന്നത്. അപ്പൊ സാറിന് അങ്ങനെ ഒരു പേഴ്സണലി അങ്ങനെ നടന്നിട്ടുള്ള ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇഷ്ടംപോലെ ഇൻസിഡൻസ് ഉണ്ട്. ഞാൻ സിമ്പിൾ സാധനം പറയാം. 48 ലക്ഷം രൂപ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് ചെലവാക്കിയ ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു അതിൻ്റെ ആ ഒരു കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇതാണ്. അത് പ്രേതത്തെ ഒഴിപ്പിക്കാൻ 48 ലക്ഷം രൂപ മുടക്കിയ ഒരാൾ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പുള്ളി മുടക്കാണ്. വീട്ടിൽ പ്രേതബാധയാണ്, മൊത്തം അനർത്ഥങ്ങളാണ് വീട്ടിൽ നടക്കുന്നത്. ആ മനുഷ്യൻ അവസാനം തപ്പി കണ്ടെത്തിയതാണ് എൻ്റെ അടുക്കൽ വരികയാണ്. ഞാൻ മിബോ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൻ്റെ വൺ ഓഫ് ദ ഡയറക്ടറാണ്. ഇതൊരു പ്യുവർ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്ന് എനിക്കറിയാം. ഞാൻ അതൊരു നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിലേക്ക് ഞാൻ റെഫർ ചെയ്തു. അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഡെലൂഷനാണ്. മനസ്സിലായോ? അതിന് തെറാപ്പികളും സൈക്കാട്രിക് ഹെൽപ്പും മെഡിസിൻസുമാണ് അയാൾക്ക് വേണ്ടത്. ഇത് ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ കഴിവുള്ള വിദ്യകൾ ഇവിടെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ അത്രയും നമ്മുടെ മെഡിക്കൽ മേഖല വളർന്ന സ്ഥലത്ത് ഇപ്പോഴും ഈ സ്യൂഡോ സയൻസുകളുടെ പുറകെ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഒരിക്കലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ അത്ഭുതങ്ങൾ കാണിക്കുന്ന കലാകാരൻ്റെ പുറകെയും കൂടെ പോകാൻ തുടങ്ങി. മറ്റു പല ആൾക്കാരും കലാകാരന്മാരല്ല. ഇപ്പം ജ്യോതിഷമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, കൈരേഖ, മഷിനോട്ടം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇരിക്കുന്നത്. ഇവരെന്തോ ദിവ്യ മറ്റേ ഏലിയൻ്റെ അടുത്തൊന്നും അങ്ങാണ്ട് മറ്റേ ഡയറക്റ്റ് സൈൻ കിട്ടിയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. നമ്മളിത് കലയായിട്ട് അവതരിപ്പിച്ച് കൈയടിക്കുക അല്ലെങ്കിൽ ആരും അത്ഭുതപ്പെടും. നമ്മുടെ ഇമോഷൻസ് ഉണ്ടല്ലോ, ഇമോഷൻസിൽ ഇപ്പോൾ കരയുക എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്, ചിരിക്കുക ഇമോഷനാണ്, വൗ എക്സൈറ്റ്മെൻറ്റ് അല്ലേ? ആ ഇമോഷൻ ഉണ്ടാക്കുക, അതിനെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ ക്ലെയിമിങ്ങും ഇല്ല, ഒന്നുമില്ല. ഈ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും തീർച്ചയായിട്ടും ഈ ആഫ്റ്റർ ഡെത്ത് ആ ആളുകളുമായിട്ടുള്ള സംസാരം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇതിപ്പം സയൻസിലൊക്കെ നമുക്ക് ഇതിനെ പറ്റി റീസണുകളോ ബേസിസോ ഒട്ടും തന്നെ റാഷണൽ അല്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് വാലിഡ് ആണോ, ഇത് റെലവെന്റ് ആണോ ഇങ്ങനെ ഒരു സംസാരം? അത് മെന്റലിസമായിട്ട് ബന്ധമുള്ള കാര്യമല്ലത് ഈ ചോദ്യം. അതായത് അത് ഹിപ്നോസിസ് ആണ്. അതായത് ഹിപ്നോസിസ് ട്രാൻസിൽ നമ്മൾ ഒരാളെ എത്തിച്ചു കഴിഞ്ഞാൽ, അതായത് എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഞാൻ ഉത്തരം പറയാം. ഒരാൾ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക്, ഒരു ഹിപ്നോട്ടിക്കൽ നിദ്രയിലേക്ക് പോയതിന് ശേഷം മരിച്ചു പോയ ഒരാളെ ഇനി നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ അയാൾ കാണുന്നത് അയാളെ ആയിരിക്കും. അയാളുടെ മുമ്പിൽ അവർ നിൽക്കുന്ന പോലെ അവർക്ക് തോന്നും. പക്ഷേ ഇത് ഒരിക്കലും അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. നമ്മളുടെ മനസ്സിനകത്ത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, അവരിട്ടിരിക്കുന്ന വസ്ത്രമുണ്ട്, അവരുടെ കണ്ണുകളും മൂക്കുകളുടെ അവരുടെ ഇമോഷൻസ് എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഓൾറെഡി ഉണ്ട്. കാരണം മനസ്സിനെ 3 സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ കാണുക. അതൊരു കൺസെപ്റ്റാണ് കേട്ടോ. ഒരു കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. കോൺഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസൻറ്റ് മൂമെൻ്റ് ആണ്. സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം വന്നില്ലേ, വാതിലെ മുട്ടി ഇവിടെ വന്നു, നമ്മളിരുന്നു, ജ്യൂസ് കുടിച്ചു, ഇതൊക്കെ നിങ്ങൾ നാളെയും ഓർക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ
10 കൊല്ലം കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും കാണാം, നമ്മൾ അന്ന് ആ വീട്ടിൽ വന്ന് നമ്മൾ എടുത്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ആ സാധനം, ആ ഡേറ്റ അവിടെ ഉണ്ട്. നിങ്ങൾ ഒരു 1ാം ക്ലാസ്സിൽ പോയത് മുതൽ ഇപ്പോൾ ഈ മൊമെൻ്റ് വരെയുള്ള സകല ഡേറ്റയും അവിടെയുണ്ട്. അപ്പോൾ കോൺഷ്യസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് സബ് കോൺഷ്യസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മളൊന്ന് ട്രാവൽ ചെയ്ത് കോൺഷ്യസിനെ ഒരു ട്രാൻസ് സ്റ്റേറ്റിലാക്കി ഇതിനെ ഉണർത്തുകയാണ്. എന്നിട്ട് അവിടെ നമ്മൾ ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റയും കിടക്കുന്നത്. നമ്മൾ കണക്കിൻ്റെ പട്ടിക പഠിച്ചിട്ടുണ്ട്, ABCD കണ്ടാൽ അറിയാം. ഇതെല്ലാം നമ്മുടെ മെമ്മറി കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ താങ്കളൊരു സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്ക് പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മൂവിയാണ് അൾട്ടിമേറ്റ്ലി ലക്ഷ്യം എന്നുണ്ടെങ്കിൽ താങ്കൾ ഏതോ സമയങ്ങളിൽ കണ്ടതും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടതും ഒക്കെ കാരണമാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. അപ്പോൾ അവിടെ വന്നേച്ച് നമ്മൾ ചില കറക്ഷൻസ് അല്ലെങ്കിൽ പുതിയ ഒരു സ്ക്രിപ്റ്റ് നമ്മളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ സ്ക്രിപ്റ്റും ഇതിനോട് ഡൈവേർട്ടായി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാലൂസിനേഷണൽ തോട്ട് ഡെവലപ്പ് ആകുന്നു. മരിച്ചയാൾ മുമ്പിൽ കാണും. ഇതാണ് ചെയ്യുന്നത്. അതൊരു എൻ്റർടൈൻമെൻ്റ് അല്ല. സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ട് ആളുകൾ കാണിക്കുന്ന അൺഎത്തിക്കലായിട്ടുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ. ഇതിനുണ്ടാകുന്ന ട്രോമകൾ, ഇങ്ങനെയൊക്കെ കാണിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ട്രോമകൾ, കൃത്യമായി ഹിപ്നോസിസിൻ്റെ ക്ലോസിങ്സ് അറിയത്തില്ലാത്ത ആളുകൾ ചെയ്താലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഈ റീൽ ഉണ്ടാക്കിയിടുന്ന പകുതി ആളുകൾക്ക് അറിയില്ല. ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുകയും കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നൊരു കാര്യം. മരിച്ചവരെ കാണിക്കുന്നതല്ല കേട്ടോ. എനിക്ക് ഈ വൈറലാവാൻ വേണ്ടിയിട്ട് എനിക്ക് മരിച്ചവരെ കാണിക്കാം. ഞാനിപ്പോൾ ഒരു 10-25 വീഡിയോസ് മരിച്ചവരെ കാണിക്കുന്നത് ചെയ്യുവാണെങ്കിൽ എനിക്കൊരു 500 പേര് റിക്വസ്റ്റുമായിട്ട് വരും, എന്നെ ഒന്ന് കാണിക്കാമോ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാനൊരു എത്തിക്കൽ ഹിപ്നോസിസ് ആക്ട് ചെയ്തു. എൻ്റെ ചാനലിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു അമ്മ വിളിക്കുന്നു, മരിച്ചുപോയ തൻ്റെ 3 വയസ്സുകാരിയായ കൊച്ചിനെ എനിക്ക് ഒന്നുകൂടെ ഒന്ന് കാണാൻ പറ്റുമോ. കാരണം 3 വയസ്സേ ഉള്ളൂ, ആ കൊച്ചു മരിച്ചുപോയി. അമ്മയ്ക്ക് ഇപ്പോഴും അവരുടെ ഒരു PTSD, ആ ട്രോമയിൽ നിന്ന് അവർ മാറിയിട്ടില്ല. എനിക്ക് എന്ത് വില കൊടുത്താലും എനിക്ക് ആ കൊച്ചിനെ ഒന്നുകൂടെ ഒന്ന് കാണുകയും എനിക്ക് ഒന്നുകൂടെ ഒന്ന് സംസാരിക്കുകയും അതിനെ ഒന്ന് കയ്യിലെടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ വിഷമമാണ് വരുന്നത്. 2 രീതിയിലാണ് വിഷമം. ഒന്ന്, ഇത് എത്തിക്കലായ ഒരു കാര്യമല്ല. അവർ കാണുന്നത് അവരുടെ മനസ്സിലുള്ള അവരുടെ ഒരു ഇമേജ് അവർക്ക് കാണുന്നത് പോലെ തോന്നുന്നത് മാത്രമാണ്. നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതല്ല ഒരു കലാകാരൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ആളുകളെ അത്ഭുതപ്പെടുത്താൻ പറ്റുന്ന നല്ല എത്തിക്കലായ വിനോദങ്ങൾ. ഇപ്പം മരിച്ചു പോയതിനപ്പുറം നല്ല കുറേ ബട്ടർഫ്ലൈസ് ഇവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ കാലകരണപ്പെട്ടു പോയ ദിനോസേഴ്സ് ഇവിടെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുമായിട്ട് കളിക്കാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഇൻ്റർഫിയർ ചെയ്തിട്ട്, ഇത് ശരിക്കും നമ്മളെ വിട്ടുപോയ ആളുകളെ ശരിക്കും കാണാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണോ, അതോ നമ്മുടെ ഉള്ളിൽ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ ആരും കാണാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടെ എല്ലാ ആത്മാക്കൾ ഒളിഞ്ഞു നടക്കുന്നു പറയേണ്ടതായിട്ട് വരികയില്ല. അത് അടുത്ത പക്ഷെ കുറെ അടുത്ത് പറയുന്നത് ഇങ്ങനെ അല്ല. ക്ലിയർ ഐഡിയ ആവുന്നത് ഇത് ഫേക്കാണ്. മനസ്സിലായി? നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അറ്റവും മൂലം പഠിച്ച ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അത് ഇതിനെ നശിപ്പിക്കും. എല്ലാ മേഖലയിലും ഉണ്ടല്ലോ അതിൻ്റെ കള്ള നാണയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരിത് കാണിക്കും. അവർക്ക് റീച്ച് ഉണ്ടാവണം, അവർക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവണം, പിടിയോ. അപ്പോൾ അതിനു വേണ്ടി എന്തും ചെയ്യുക, കൃത്യമായി പറഞ്ഞ് എന്ത് വൃത്തികേടും ചെയ്യുക. അതാണ് മറ്റുള്ളവരുടെ ഇമോഷൻസ് വിറ്റ് ജീവിക്കുക എന്ന് പറയുന്ന ഒരു സാധനം. നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അമ്മയുടെ അമ്മയും മോളും അത് അങ്ങനെ ആ കൊച്ചിനെ കാണിക്കാമെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വിളിക്കുക. ഞാൻ അവരെ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും താങ്കൾ ഇതിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അമ്മയ്ക്ക് തോന്നുന്നു നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലേ എന്നുള്ള അപ്പോൾ ഉടനെ ഞാൻ അവിടെ വിളിച്ച് നിർത്തി ഞാൻ ഇനി അവരെ ആ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നതാണോ എത്തിക്സ്? ഇല്ല. എനിക്കത് ആ ബന്ധം കട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, ആ കോള് കട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പം തന്നെ ഒരു വീഡിയോ ചെയ്തു വെക്കുന്നു. അവരത് കണ്ടാൽ കാണട്ടെ എന്ന് കരുതി. അത്രേ പറ്റുള്ളൂ. കാരണം ഞാനിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരാളെ തപ്പിപ്പോവും. കാരണം അവരുടെ ആവശ്യം അവരുടെ കുഞ്ഞിനെ കാണുക എന്നുള്ളതാണ്, മരിച്ചുപോയ തൻ്റെ കുഞ്ഞിനെ കാണുക എന്നുള്ളതാണ്. അത് കാണിക്കാമെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട്. ഓക്കെ, ഭയങ്കര മോശമല്ലേ അത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പം ഏതൊരാൾക്കും ഇപ്പോൾ സാറിനൊക്കെ ഇത്രയും വർഷത്തിൻ്റെ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും അനുഭവങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ ബലത്തിലാണ് സാറിനൊക്കെ ചിലപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്, ഹിപ്നോട്ടിസം പ്രോസസ്സൊക്കെ ചിലപ്പോൾ പറ്റുന്നത്. പക്ഷെ അങ്ങനെ ഏതൊരു സാധാരണക്കാരനും ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെയല്ല. ഇപ്പം കുക്ക് ചെയ്യാനായിട്ട് ഷെഫ് ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല. പക്ഷെ അതിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റായിട്ടുള്ള കെമിസ്ട്രിയിലാണോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വീണതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് എന്തോരം ഹോട്ടലുണ്ട്. എല്ലാ ഹോട്ടലിലും നിങ്ങൾ ഫുഡ് കഴിക്കാറുണ്ടോ? കൊള്ളത്തില്ല എന്ന് പറയുന്ന ഹോട്ടലിൽ നിറച്ച ആളുണ്ട്. ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഓക്കെ.
പക്ഷെ അപ്പം അത്രയും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹിപ്നോസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ കഴിവല്ല, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സബ്ജക്റ്റിൻ്റെ കഴിവാണ്. അതായത് നമ്മൾ സജഷൻസ് കൊടുക്കുകയാണ്, നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആ നിർദ്ദേശങ്ങൾ അതേപോലെ അവർ സ്വീകരിക്കാൻ തയ്യാറാകുന്ന മൊമെൻറ്റിൽ അവരൊരു ട്രാൻസ്ലേറ്റിലേക്ക് പോകുന്നു. ഞാനിവിടെ 3 പേരെ വെച്ചിട്ട് ഹിപ്നോസിസ് ചെയ്യാമെന്ന് കരുതുക. അപ്പം 3 പേരും 3 രീതിയിലായിരിക്കും എൻ്റെ സജഷനെ അവർ റിസീവ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 60 പേരുള്ള ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് 30 ദിവസം പഠിപ്പിക്കുന്നു. എന്നിട്ട് ടെസ്റ്റ് പേപ്പർ ഇടുമ്പോൾ 30 പേർക്കും 60 പേർക്കും 60 ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കുകളായിരിക്കും. വൈ? അവൻ്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്ന, അവൻ്റെ EQ IQ ലെവൽ, ഗ്രാസ്പിംഗ് കപ്പാസിറ്റി, എവറിത്തിങ് ഡിഫറെൻ്റ് ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ആ വ്യക്തി എത്രത്തോളം അതിനകത്ത് ഇൻവോൾവ് ആണ്. എന്നെ ഒന്ന് ഉറക്കാവെന്ന് ചോദിച്ച് കണ്ണും മുഴിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ, നമുക്ക് ഉറക്കലല്ല നമ്മുടെ പരിപാടി, പിടിയോ. അപ്പം ആ സജഷന് വിധേയമാവുന്ന ഒരാൾക്ക് ഈ അനുഭൂതി എന്താണെന്ന് ആസ്വദിക്കാൻ അവർ മനസ്സുകൊണ്ട് ഓപ്പൺ അപ്പ് ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നടക്കും. അതിനകത്ത് എക്സ്പേർട്ട് ആവേണ്ട കാര്യം വെച്ചാൽ ട്രോമകളിലേക്ക് വന്ന് വീഴാതിരിക്കുക. അതായത് എത്തിക്കലായ ഹിപ്നോസിസുകൾ നമ്മൾ കാണിക്കുമ്പോൾ, ഇപ്പം നിങ്ങളിപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പൂവാണ് അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റയാണ് എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ചുള്ളത് ഭയങ്കര ഹാപ്പിയുള്ള മൊമെൻ്റാണ്. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ്, ഇപ്പം മുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ബ്ലഡും ഇങ്ങനെ ഒലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇമോഷൻ ഭയങ്കര രസമാണല്ലോ, സൂപ്പറാണെന്നാണോ വരിക? അല്ലല്ലോ. അപ്പം അതാണ് അൺഎത്തിക്കലാന്ന് പറയാം. ഇതിന് ശേഷം ഇവർക്ക് ഈ ട്രാൻസ് എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇതിങ്ങനെ ഹൗണ്ട് ചെയ്യും. പിന്നീട് ഇത് ട്രോമയായിട്ട് മാറും, അപകടങ്ങളുണ്ടാവും, അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. പിന്നീട് ചിലപ്പം ഇവിടെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, അൺഎത്തിക്കലായിട്ട് കാണിച്ചിട്ട് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്. ഞാനതൊന്നും പുറത്തു വിടാത്തതാണ്. ഞാൻ പറഞ്ഞൊരു മലയാളത്തിലെ ഒരു നടൻ, അയാൾ ഹിപ്നോസിസിന് എന്താ പോസ്റ്റൽ സംഭവം പഠിച്ചു. അപ്പം ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്ടം പോലെ ഓൺലൈനിൽ ഇതൊക്കെ പഠിക്കാൻ ഇത് വലിയ സംഭവമൊന്നും ഇല്ല. ഇതിനകത്ത് ഹിപ്നോസിസം പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ ആർട്ടിക്കിൾസ് ഉണ്ട്, വെറുതെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഇതിന് പ്രാക്ടീസിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സബ്ജക്റ്റുമായിട്ട് അത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാസ്റ്റർ എടുക്കാൻ നേരിട്ട് പോയി പഠിച്ചാൽ തന്നെയാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഏറ്റവും മൂലം വെച്ചിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ പഠിക്കും. ഇപ്പോൾ യൂട്യൂബ് നോക്കി കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അപ്പം അത് പലതവണ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് കരിഞ്ഞു പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും 1-2 കയറി അങ്ങോട്ട് വൈറലാവും. ചിലപ്പോൾ കരിഞ്ഞു പിടിച്ചതായിരിക്കും വൈറലായത്, നന്നായിട്ട് ചെയ്ത് വൈറലാവില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അൺഎത്തിക്കലായിട്ട് ഒരാളെ ട്രാൻസ്ലാക്കിയിട്ട് ഈ പറയുന്ന പ്രമുഖ നടൻ ഒരു സ്നാപ്പ് ഇങ്ങനെ കൊടുക്കുമ്പോൾ, അല്ല സാറ്റർഡേ എന്ന് പറയുമ്പോൾ ആ പെണ്ണ് വന്ന് ഹഗ് ചെയ്യും, കിസ് ചെയ്യും. ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതങ്ങനെ അവർ ഓട്ടോമാറ്റിക്കലി അത് ട്രിഗറാണ്. അതായത് ആ ഒരു സജഷൻ കൊടുത്തിട്ട് ട്രാൻസിൽ നിന്ന് അവരെ മാറ്റിയതിന് ശേഷം ഇതിങ്ങനെ കൊടുക്കുന്ന മൂമെൻറ്റിൽ ഇവരൊന്നും ചെയ്യും. ഇത് പിന്നീട് അത് അവരുടെ ബോധത്തിലല്ല ചെയ്തതെന്നുള്ള ബോധ്യം ആ കുട്ടിക്കുണ്ടാകും. പിന്നീട് ചെയ്തതിനെ ഓർത്ത് ആ കുട്ടിക്ക് ഭയങ്കര പ്രശ്നമാകുകയും ആ കുട്ടി സൂയിസൈഡിന് തയ്യാറാകുകയും കൈമുറിക്കുകയും പിന്നെ അത് ഭയങ്കര വിഷയങ്ങളൊക്കെ ആയിട്ട് ആശുപത്രിയിലായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം ന്യൂഡാക്കി കാണിക്കുക എന്നാലോചിക്കുക. ഇതൊക്കെ അവർക്ക് തോന്നുന്നതാണ്, ഇവിടെ ആരും ന്യൂഡാകുന്നില്ല. അപ്പം എത്തിക്കലല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ പറയുമ്പോൾ നമുക്ക് വിഷമം വരുന്നത്. ഇതൊന്നും എൻ്റെ ഷോയിലില്ല കേട്ടോ. എൻ്റെ ഷോയിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ട് കാണിക്കാറില്ല. എനിക്കതൊന്നും ദഹിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് പണ്ടേ അങ്ങനത്തെ പരിപാടികളില്ല. ഞാൻ ഈ സാധനം തന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം ഇതിനെക്കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇതിപ്പോൾ എന്നോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏത് ചാനലുകാർ എന്നോട് സംസാരിക്കാൻ വന്നാൽ ഇതിനെക്കുറിച്ച് ആദ്യം ചോദിക്കും, മരിച്ചവരെ കാണിക്കുന്നുണ്ട്. ഞാൻ മെൻ്റലിസം ഒക്കെ പോയി മരിച്ചവരെ കാണിക്കുന്നതാണ്. അതായത് പണ്ടത്തെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ പോളിഷ് ചെയ്ത് പുതിയ കുപ്പി കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന പോലെ ആയിപ്പോയി ആ സാധനം. എന്ത് മോശമാണെന്ന് അറിയുന്നത്. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ അലക്സാണ്ടർ ജേക്കബ് എക്സ് DGP ആയിരുന്നു, അദ്ദേഹം കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ ഫോണിൽ ഒരു 1.25 മണിക്കൂർ സംസാരിച്ച ഒരു അഭിമുഖത്തിൽ ഇതുപോലെ പറയുകയുണ്ടായി. അതായത് വിളിച്ച കേസ് അന്വേഷണം പോലീസ് ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഈ പാരനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എക്സ്ട്രീം നോർത്തും സൗത്തുമാണ്. ഇവർ തമ്മിൽ ഒരിക്കലും ടാലിയായി പോകുന്ന അല്ലെങ്കിൽ പാരലി പോകുന്ന ഒരു പരിപാടികളല്ല രണ്ടും. പക്ഷേ അപ്പോൾ അങ്ങനെ അത്രയും ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ഒരു സുപ്പീരിയർ ഓഫീസറാണ് ഇങ്ങനെ ഒരു റിവീലിങ് കൊണ്ടുവരുന്നത്. അത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഫാക്ട് ഉണ്ടോ എന്ന് തോന്നിപ്പോയി. അതിനെപ്പറ്റി ആകെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ കേസ് ഹിസ്റ്ററിയിൽ പുറകിലേക്ക് നോക്കി അദ്ദേഹം ചെയ്തിരിക്കുന്ന ജോബിൽ ഒട്ടും സ്മാർട്ട് അല്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാൻ പറ്റുക. പിടിയോ, അദ്ദേഹം ഇതുവരെ തെളിയിച്ചിട്ടുള്ള കേസുകളൊക്കെ അയാൾ എങ്ങനെയാണ് തെളിയിക്കാൻ ശ്രമിച്ചത്,
അദ്ദേഹം ചെയ്തതെല്ലാം എത്തിക്കൽ വേയിലായിരുന്നു. ഇനി ഇങ്ങനെ ക്ലെയിം ചെയ്ത് അങ്ങനെയാണ് എത്ര ആത്മാക്കൾ ഇവിടെ നടപ്പുണ്ട് അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് ഇല്ലേ. അത് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു വന്നിരിക്കുന്ന എനിക്ക് കറക്റ്റ് ടേമുകളുണ്ട്. ഞാൻ ആ ടേമുകൾ പറയാത്തതെന്ന് വെച്ചാൽ അത് തപ്പി ആൾക്കാർ പോകും. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വിഴുങ്ങുന്നത്. വേണ്ട, അത് നമുക്ക് വേണ്ട. അല്ല, ഇതിപ്പോ അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കേസ് തെളിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ മനസ്സിൽ ആദ്യം തോന്നി വേറൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഇനി തെളിയിക്കാത്ത കേസുകളൊന്നും തന്നെ കാണത്തില്ല. എല്ലാ കേസുകളും ഇങ്ങനെ തെളിയിച്ചു ആത്മാക്കളെ വിളിച്ച് തെളിയിച്ചാൽ മതി. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു ലോജിക്കിലെ കണക്ഷന്റെ പ്രശ്നം എവിടെയോ ഉണ്ടെന്ന് നമുക്ക് അപ്പൊ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് നമുക്ക് വരുമോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പൊ തന്നെ അതിനകത്ത് അത് അദ്ദേഹത്തിന്റെ തോന്നലുകളാണ്. അദ്ദേഹം അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനും അഭിപ്രായത്തിനും ഇന്ത്യയിൽ വാല്യൂ ഉണ്ട്. ഒന്ന്, ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് കേൾക്കുന്നു. പക്ഷെ അതിനകത്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് അതിനേക്കാൾ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ അത് തിരുത്തേണ്ട സാഹചര്യമുണ്ട്. തിരുത്തിയിട്ടില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവും. കാര്യം ആളുകൾക്ക് ഇതാണ് കേൾക്കാൻ ഇഷ്ടം. അതെ. ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ സൈക്കോളജിക്കൽ ടൈം വെച്ച് ഞാനിത് പറയുകയാണെങ്കിൽ ഇത് എനിക്ക് പിന്നെ അതിൻ്റെ പുറകെ നടക്കാനായിട്ട് വരും. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ആൾക്കാരെ അത്ഭുതപ്പെടുത്താൻ പോകുന്നത് ആളുകളുടെ പുറകെ ചൊറിയാനൊന്നും ഞാനില്ല. റോസ്റ്റിംഗ് ഒന്നും എൻ്റെ പണിയല്ല. പക്ഷെ ഇതിൻ്റെ ഒരു വാലിഡിറ്റി എത്രത്തോളം അല്ലെങ്കിൽ റെലവൻസ് എത്രത്തോളം ഒന്നുമില്ല. 100% അദ്ദേഹത്തിൻ്റെ ചില തോന്നലുകൾ മാത്രമാണ്. അത് മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായിട്ട് അദ്ദേഹം അത് തിരുത്തുക എന്ന് പറയുന്നൊരു കാര്യം ചെയ്താൽ നല്ലത് എന്നത് പുതിയ തലമുറയ്ക്ക്, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ആളുകളുടെ മുമ്പിൽ ലിഫിനാകും. ഓക്കെ. സാർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഇപ്പം ഒരു നന്നായി കുക്ക് ചെയ്യുന്ന ഒരു ഷെഫിനെ പോലെ നല്ല ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇത് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മോശ കാര്യങ്ങൾക്ക് വേണ്ടി ഹിപ്നോട്ടിസം യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു സീഡ് ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് അയാൾക്ക് കൃത്യമായിട്ട് സാധിക്കുമോ? ഒരു ഹിപ്നോസിസ് 2 രീതിയിലാണ്. ഒന്ന്, എൻ്റർടൈൻമെൻറ്റ് ഹിപ്നോസിസ്. 2, തെറാപ്പി ഹിപ്നോസിസ്. ഒരു റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് വേണമെങ്കിൽ അയാൾക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഹാബിറ്റ്, ആങ്സൈറ്റി ഇഷ്യൂസ്, അല്ല അങ്ങനെ എന്തൊക്കെയാണ് അതിനെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അത് ഉപയോഗിക്കാം വേണമെങ്കിൽ. അതല്ലാതെ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇതിൽ എക്സ്പെർട്ട് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റും. 2, എൻ്റർടൈൻമെൻറ്റ് ഹിപ്നോസിസ് ആണ്. അതിന് ആളുകൾ കുറച്ച് നേരത്തെ ഒന്ന് അത്ഭുതപ്പെടുത്തി വിടുക എന്നുള്ളത്. ഇത് വലിയ ഷോ ഉണ്ട്. ഇപ്പോൾ ലാസ് വെഗാസിലൊക്കെ പോയി കഴിഞ്ഞാൽ 45 മിനിറ്റും അല്ലെങ്കിൽ 1.5 മണിക്കൂറും ദൈർഘ്യമുള്ള 10,000 പേരിരിക്കുന്ന വലിയ തിയേറ്ററിൽ നിന്ന് 10-40 പേരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചിട്ട് എല്ലാവരെയും അങ്ങോട്ട് ഹിപ്നോസിസ് ചെയ്തിട്ട് അടുത്തിരിക്കുന്ന ആൾ, ഇപ്പം മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ അപ്പം 3 വാക്ക് തുടങ്ങും പുള്ളി. ഇത് ആൾക്കാർ കണ്ട് ചിരിയും ബഹളവും. അടുത്തയാൾ ഇപ്പോൾ ഒരു 60 വയസ്സുള്ള അല്ല 55 വയസ്സുള്ള ഒരാൾ നിങ്ങൾക്കിപ്പോൾ 3 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ മെമ്മറിയിലേക്ക് പോകും. 3 വയസ്സുള്ള അല്ല 5 വയസ്സുള്ള മെമ്മറിയിൽ അമ്മ എനിക്ക് പാല് വേണം എന്ന് പറയുന്ന ആ സാധനത്തിലേക്ക് പോകുമ്പോൾ ആൾക്കാർ ചിരിക്കും. സോ എൻ്റർടൈൻമെൻറ്റ് വിത്ത് പെർമിഷനോടുകൂടി അവർ ഇതിന് തയ്യാറാണെന്നുള്ള പെർമിഷനോട് വരും. അല്ലാതെ അവിടെ മരിച്ചവരെ കാണിക്കലോ ഒന്നുമില്ല. അതൊക്കെ ഇവിടെ മാത്രം. അതൊക്കെ എന്താ പറയുക. ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഇപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടുവന്ന കുറച്ച് പോസ്റ്റുകളാണ്, അല്ലെങ്കിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ മെൻ്റലിസ്റ്റ് എന്ന് സ്വന്തമായിട്ട് സ്വയം പ്രഖ്യാപിത മെൻ്റലിസ്റ്റുകൾ അവരിങ്ങനെ ഒരു കോഴ്സ് പോലെ അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് ഞാൻ ഒരു പരിപാടി പഠിപ്പിക്കാം, ഹിപ്നോട്ടിസം പഠിപ്പിക്കാം, നിങ്ങളുടെ ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ നിങ്ങളെ പിണങ്ങിപ്പോയ നിങ്ങളുടെ കാമുകി തിരിച്ചു വരുന്ന രീതിയിലുള്ള ഹിപ്നോട്ടിസം പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയ വളരെ തുച്ഛമായുള്ള പിണങ്ങിപ്പോയ കാമുകിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള വളരെ തുച്ഛമായുള്ള മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടി 200-250 രൂപ അങ്ങനെയൊക്കെ വേണ്ടി ഇപ്പോൾ ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്ന കുറേ പരിപാടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ റെലവെന്റ് ആണ്? ഇത് നമ്മളൊരു വാർക്കപ്പണിക്ക് പോയി കഴിഞ്ഞാൽ മിനിമം 1000 രൂപ കിട്ടും ഇല്ലേ? അതെ. അപ്പോൾ അതിന് പോലും പോകാനായിട്ട് മനസ്സില്ലാത്തതുകൊണ്ടാണല്ലോ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു വിദ്യ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. അത് പഠിപ്പിക്കുന്ന ആളാരാണ് എന്ന് ചോദിക്കുന്നതിനകത്താണ് പ്രധാനം. എത്ര ഷോകൾ അയാൾ ചെയ്തിട്ടുണ്ട്, എത്ര തിയേറ്ററിക്കൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്, എത്രത്തോളം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കണ്ട ക്യാപ്ഷൻ എന്താണ്? അതായത് പിണങ്ങിപ്പോയ ഭാര്യ അല്ല കാമുകിയെ തിരിച്ചു കൊണ്ടുവരാം. ഇത് മെന്റലിസോ? ഇത് കോഴ്സ് ഉണ്ടാക്കുന്നവനെ കിളിയില്ലാന്ന് വിചാരിക്കാം. ഇത് കണ്ട് അത് ബുക്ക് ചെയ്ത് ആ കോഴ്സ് പഠിക്കാൻ പോകുന്ന നാളെ എന്നാലും ചോദിക്കാം. അത് പിണങ്ങിപ്പോയ കാമുകിയെ കൊണ്ടുവരാനായിട്ട് മെന്റലിസം പഠിക്കുന്നത് ഞാൻ ആദ്യമായിട്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒരുള്ള അവജ്ഞയോടുകൂടി അതിനെയൊക്കെ അങ്ങോട്ട് തള്ളിക്കളയാനുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ലോകത്തുള്ളൂ, ഞാൻ മാത്രമേ മെന്റലിസ്റ്റ് ആയിട്ടുള്ളൂ എന്നുള്ളൊരു അർത്ഥമോ അങ്ങനത്തെ ഒരു മീനിങ്ങോ അതിനെടുക്കരുത്. ഒരു അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള, അത്യാവശ്യം ലിറ്ററസി ഉള്ളൊരു നാടാണ് നമ്മുടെ കേരളം. ഇന്ത്യ എന്നല്ല പറയുന്നത്, കേരളം.
കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടെസ്റ്റിന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഞാൻ പല സ്റ്റേറ്റുകളിലും യാത്ര ചെയ്തതെന്ന് വെച്ചിട്ട്. എന്നാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയും പോയി വീഴും. നരബലി നടന്ന നാടാണ് നമ്മൾ, അല്ലേ? സത്യം. അപ്പോൾ ഇത് തുടരും. പക്ഷേ തുടരാതിരിക്കാൻ എൻ്റെ ശബ്ദങ്ങളുണ്ടാവും. എൻ്റെ ഷോകളിലൂടെ ഞാനത് മെസ്സേജ് ചെയ്യും. കാണുന്നവർ കാണട്ടെ. എല്ലാവരെയും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഞാനൊരു വലിയ വിപ്ലവകാരിയായിട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ അതല്ലല്ലോ. ആളുകളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതുള്ളൂ. ആരെ ചീറ്റ് ചെയ്യണമെന്നോ ആളുകളെ അവരുടെ ഇമോഷൻസിനെ എനിക്ക് നാണയങ്ങളാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് വാക്കുകൊണ്ട് പറയുന്നു, അത് കേൾക്കാൻ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ സ്വീകരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കെന്നാ കുറച്ച് കലാപരിപാടിയിലേക്ക് കലാപരിപാടി ആരംഭിക്കുക. എന്താ ഉത്സാഹം! അല്ല, എന്നെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടയിൽ സംസാരത്തിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഇഷ്ടം. ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് ചോദിച്ചാൽ, അതായത് ഏറ്റവും എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പേര് പറയാം. അയ്യോ, ഒന്നുമില്ല ഇല്ലാത്ത പേര് എവിടെ നിന്ന് പറയാ? ഭാവം എന്താണ് ഗേൾ ഫ്രണ്ട് എന്ന് പോലും അറിയില്ലാത്ത ഒരാൾ. ട്രോമേ എന്താ പറയാൻ വന്നേ? ഞാൻ ചോദിക്കണമെന്ന് വെച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും സമയമെടുത്ത് ഡിഫിക്കൽട്ട് എന്ന് തോന്നിയ ഒരു ട്രിക്ക് ഉണ്ടോ? അല്ലെങ്കിൽ ഏതാണ്? അല്ലെങ്കിൽ ആ ട്രിക്ക് ഞാൻ ചെയ്യുന്ന ഷോയിലെ രണ്ടാമത്തെ ട്രിക്കായിരിക്കും. അതായത് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരെ തള്ളാന്നൊക്കെ പറഞ്ഞാലേ ഒരിക്കലും ഇല്ല. എത്ര മൊബൈൽ നമ്പർ കാണാൻ അറിയാം? എനിക്കൊരു 2, 3, 4. എത്ര മൊബൈൽ നമ്പർ കാണാൻ അറിയാം? ഒരു നമ്പർ കാണാൻ അറിയാം. എനിക്ക് 323 മൊബൈൽ നമ്പേഴ്സ് കാണാൻ അറിയാം. തള്ളി മറിച്ചതായിട്ട് തോന്നിയില്ലേ? അതായത് കോവിഡ് സമയം, ലോക്ക്ഡൗൺ ആണ്, നമുക്ക് മുന്നോട്ടുള്ള യാത്ര ഇനി എന്താണ്, ഷോസ് ഒന്നും നടക്കില്ല. അപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്, ലേൺ ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമുള്ളവരായതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു പണിയില്ല, വീട്ടിനകത്ത് ഇരിക്കുകയാണ്. രാവിലെ എണീക്കുന്നു, മാസ്ക് വെക്കുന്നു, ഭാര്യയോട് സംസാരിക്കും പോലും മാസ്ക് വെച്ച് സംസാരിക്കുന്ന കാലത്തായിരുന്നല്ലോ നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഫോണിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഏറ്റവും ഇസർ വരെ പഠിക്കുക എന്നുള്ളതാണ്. എൻ്റെ 2600 സംതിങ് കോൺടാക്ട്സ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഫോണിലുണ്ടാവും കോൺടാക്ട്സിൻ്റെ ലിസ്റ്റ് ഒന്നുമല്ല, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം എ മുതൽ ജി വരെ കുത്തിയിരുന്നങ്ങ് പഠിച്ചു. പേര് പറഞ്ഞാൽ നമ്പർ പറയും, ഈ രീതിയിൽ. അപ്പോൾ ജി വരെ ആയി കഴിയുമ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ തീർന്നു. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് സ്ട്രഗിൾ ചെയ്ത് പഠിച്ച് ഇന്നും ഇരിക്കുന്ന സാധനമാണത്. അത് അവിടെ ഞാൻ അവതരിപ്പിക്കാം. അവിടെ നാളെ സ്വന്തം ഫോൺ എടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫോണിനാണ്. അപ്പോൾ അതൊരു ലേൺഡ് പ്രോസസ്സാണ്. മെമ്മറിയാണ്. നമ്മൾ ഒരുപാട് മെമ്മറി ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്തിട്ട് പറയുക ഉള്ള കാര്യമുണ്ട്. അതിനകത്ത് ഒരു സംതിങ് ഡിഫറൻസ് ആണ്, അത്രേ ഉള്ളൂ. ഏറ്റവും ഡ്യൂറേഷൻ എടുത്ത് പഠിച്ച ഒരു അത് കാരണം ഏറ്റവും ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗണിൽ ഒരു പണിയില്ലല്ലോ, വേറെ ഒരു കാര്യത്തിൽ എൻഗേജ് ആകെ ഫുഡ് കഴിക്കുക, ഇത് പ്രാക്ടീസ് ചെയ്യുക, കിടന്നുറങ്ങുക, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഏറ്റവും പാടായിട്ട് തോന്നിയിട്ടുള്ളതുണ്ട്? അങ്ങനെ ചോദിച്ചാൽ എല്ലാം പാടാണ്, നമ്മളിലേക്ക് നമ്മൾ വഴക്കി കൊണ്ടുവരുന്നതാണ്. അങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനൊരു സാധനം കാണിക്കാം. പ്ലെയിൻ കാർഡ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇൻസ്ട്രക്ഷൻ ത്രൂ, ഫോണോട് വെച്ചോ. ഇൻസ്ട്രക്ഷൻ ത്രൂവിൽ, അതായത് കാർഡുകൾ ഇങ്ങനെ ഡീൽ ചെയ്ത് ടേബിളിൽ വയ്ക്കുക. ആദ്യം ഒന്ന് ഞാൻ എൻ്റെ ഒന്ന് മിക്സ് ചെയ്തേക്കാം. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് കൈ വയ്ക്കുക. അത് ഇങ്ങനെ ഡീൽ ചെയ്ത് വെച്ചു. വെറുതെ ഇങ്ങനെ ടേബിളിൽ വൺ എൻ്റെ പുറത്ത് ഇങ്ങനെ കുറച്ച് കൂടുതലെടുക്കാം, ഇടയെന്നൊക്കെ ഇടാം. ഇടയെന്നൊക്കെ എടുത്തിട്ടു മതിയാകുമ്പോൾ നിർത്തിക്കോ കേട്ടോ. നിർബന്ധമില്ല, അത്ര മതി. ഓക്കെ, ആ ബാലൻസിങ് ഇതാ. ഓക്കെ, അത് കംപ്ലീറ്റ് അങ്ങ് കയ്യിലെടുത്തു. ഇതേപോലെ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ദെൻ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് ടോപ്പിലിരിക്കുന്ന കാർഡ് എടുത്തിട്ട് മിഡിലിൽ വയ്ക്കുക. വെച്ചോ, ക്ലിയർ. ബോട്ടം ഇരിക്കുന്ന കാർഡ് എടുത്തിട്ട് വീണ്ടും മിഡിലിൽ എടുത്ത് വെക്കുക. മിഡിലിൽ വയ്ക്കുക. പെർഫെക്റ്റ്. ഇനി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം.
മിഡിലിരിക്കുന്ന കുറച്ച് കാർഡുകൾ, ബഞ്ച് ഓഫ് കാർഡ്സ് ഇങ്ങനെ എടുക്കുക, ടോപ്പിൽ വയ്ക്കുക. ഓക്കെ, ടോപ്പിൽ വയ്ക്കുക. ദെൻ ബോട്ടം ഇരിക്കുന്ന കാർഡ് എടുത്ത് ടോപ്പിൽ വയ്ക്കുക. ക്ലിയർ. വീണ്ടും ബഞ്ച് ഓഫ് കാർഡ്സ് എടുക്കുക, മിഡിലിൽ നിന്ന് ടോപ്പിൽ വയ്ക്കുക. ഓക്കെ, ടോപ്പിൽ വെച്ചു. ഏറ്റവും ബോട്ടം ഇരിക്കുന്ന കാർഡ് എടുത്ത് ടോപ്പിൽ വയ്ക്കുക. വീണ്ടും കുറച്ച് ബഞ്ച് ഓഫ് കാർഡ്സ് എടുക്കുക, അത് കംപ്ലീറ്റ് അടിയിൽ വയ്ക്കുക. ഏറ്റവും അടിയിൽ വെക്കുക, താഴെ പോവാതെ ഇങ്ങനെ പിടിച്ചു ടേബിളിൽ വയ്ക്കുക. കാർഡ് ഇനിയിപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഷഫിൾ ചെയ്യാണ് ചെയ്തത് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം ഷഫിൾ ചെയ്തു. ഇപ്പോൾ ടോപ്പിൽ വന്നിരിക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കി. ഇറ്റ്സ് 8 of hearts അല്ലേ. ഇനി രണ്ട് കാര്യമാണ്, ഈ 8 of heartsൽ കൂടുതലൊരു 8 hearts ഇതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാന്നുള്ളതാണ് അല്ലേ. അപ്പം നമുക്ക് ഇതിനകത്ത് വേറെ 8 of hearts ഇല്ല. ഇത് നോക്കിയതിനകത്ത് വേറെ എവിടെയെങ്കിലും 8 of hearts, ഡയമണ്ട് ഉണ്ട്, വേറെ 8 of hearts ഉണ്ടോ അതിനകത്ത്? ഇല്ല. നോ. റീസൺ 8 of hearts. ചേടാ, അപ്പോൾ ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയാം. നമ്മളൊരു ഒരു 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 ബ്യൂട്ടിഫുൾ ലൈബ്രറിയിലേക്ക് പോകുന്നു. ഈ ലൈബ്രറിയിൽ ആയിരക്കണക്കിന് ഇംഗ്ലീഷ് ബുക്കുകളുണ്ട്. താങ്കൾ നിൽക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ പെട്ടെന്ന് മാറി ആരായിരിക്കും നിൽക്കുക? എല്ലാവരും വെള്ളക്കാരായ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. താങ്കളിങ്ങനെ നടന്ന് ഒരു ഗൗണിയുണ്ട്, അതിലൂടെ കയറി വേണം ബുക്കുകളൊക്കെ എടുക്കാനായിട്ട്. താങ്കളൊരു ക്യൂട്ട് ബുക്ക് എടുക്കുകയാണ്. ഇപ്പോൾ താങ്കളുടെ കയ്യിലൊരു ബുക്കുണ്ട്. ബുക്കിൻ്റെ പേജുകൾ ഇങ്ങനെ മറിച്ച് നോക്കുന്നു. വളരെ ചെറിയ ക്യൂട്ടായ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു വേർഡ് ഇൻ യുവർ മൈൻഡ്. ചെറുത്, വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടൊരു വേർഡ്. ക്യൂട്ടെന്നല്ല, ഒരു സിമ്പിൾ വേർഡ്. ദാറ്റ്സ് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ആ ബുക്കിൽ നിങ്ങൾ വായിച്ചതാണ്. ഞാൻ ആ ബുക്ക് അടയ്ക്കുന്നു. ഇപ്പോൾ ആ വേർഡ് ഇൻ യുവർ മൈൻഡ്. ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ഇത്ര മാത്രം ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഞാനൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. എന്താ വേർഡ്, എന്താണ് എടുത്തത്? പറയണോ? സ്മൈൽ. ഞാൻ ആദ്യം ക്യൂട്ടെന്ന് വിചാരിച്ചതാ. ക്യൂട്ടെന്ന് വിചാരിച്ചതാ. ആക്ടേഴ്സ് ഒരുപാട് പേര് ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അതിലേക്കൊന്ന് ചെല്ലാൻ വേണ്ടി മെന്റലിസ്റ്റുകളുടെ സഹായം തേടാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഇല്ല, അത് എന്ത് കഥാപാത്രത്തിലേക്ക് വേണ്ടിയിട്ടും വേണമെങ്കിലും മാറി. ഇപ്പോൾ ഒരു ക്യാമറമാനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ആങ്കറെ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളുമായി കുറേ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വാക്കുകൾ പടപടപടാന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യാമറമാൻ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രഗിളുകൾ, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് അയാളുടെ മുമ്പിൽ ഈ ക്യാമറയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അയാൾക്ക് വേറെ ചിന്തകളുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വക ചോദ്യങ്ങൾ പോലും വരേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ അത്രയേ ഉള്ളൂ. ഞാൻ അത്രയും ക്ലിയർ ആയിട്ടാണ് പറയുന്നത്.
ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു ഒരു 3 രീതിയിലാണ്. ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു ബിഹേവിയറിൻ്റെ പുറത്താണ് കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത്. മറ്റേത് നാളുകളായി പ്ലാൻ ചെയ്യുകയാണ്. എനിക്കിനി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല, ഒരു സ്പേസ് ഇല്ല, ഞാൻ ചെയ്യുന്നതെല്ലാം പോവാണ്, ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല എന്നുണ്ട്, അങ്ങനെ പോകും. പിന്നെ ചില സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെ ഉള്ള ആൾക്കാർ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലൊക്കെ എത്തിയിട്ട് അവർ അങ്ങ് ചെയ്യുവാണ്. അങ്ങനെ ഒരു 3 രീതിയിലാണ് അത് സംഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ചാൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഞാനൊരു പുതിയ ആളുമായിട്ട് സംസാരിക്കുന്നു, കുറേ ചോദ്യങ്ങൾ വരുന്നു, എനിക്ക് വളരെ എത്തിക്കലായിട്ടും വളരെ പോസിറ്റീവായിട്ടുമുള്ള ചോദ്യങ്ങൾ, എന്നെ ഇൻസൾട്ട് ചെയ്യാത്ത, എന്നെ ഇറിറ്റേറ്റ് ചെയ്യാത്ത, എന്നാൽ ഇറിറ്റേറ്റ് ചെയ്താലും ആ ഇറിറ്റേഷനെ ഞാൻ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന സാധനങ്ങളോട് കൂടി എന്തേ വന്നില്ല എന്ന് വിചാരിച്ചിരിക്കുക. ബാഹുബലി തിയേറ്ററിൽ പോയി കാണുന്നതാണ് നല്ലത്, RRR തിയേറ്ററിൽ പോയി കാണുന്നതാണ് നല്ലത്. പക്ഷെ ദൃശ്യം സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്ന് കാണരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അത്ഭുതങ്ങളുണ്ടാവും. ആരെയും പേഴ്സണലി ഹർട്ട് ചെയ്യുന്ന, അവരുടെ ഇമോഷൻസിനെ സെല്ല് ചെയ്യാൻ പോകുന്ന ഒരു സാധനം ഞാനാണ് ചെയ്യില്ല. തമാശകളിൽ ഇടാം, മിസ്റ്ററികളിൽ പോവാം, കുറച്ചൊരു സ്പൂക്കി, ഇൻവെസ്റ്റിഗേഷണൽ, ഡ്രമാറ്റിക്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പോവാം. ഫൈനലി ഇതെല്ലാം ആ ഷോയുടെ ക്ലൈമാക്സിനെ ഇതെല്ലാം പൊളിക്കും. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പം കൂടുതൽ കൗതുകമാർന്ന കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് മറ്റൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.